അപ്പോൾ അതിന് പല രീതിയിലുള്ള ടെക്നിക്കുകൾ നമ്മൾ പണ്ട് തൊട്ടേ പാലിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫാർമക്കോളജിക്കൽ മെത്തേഡ്സ് എന്നും നോൺ ഫാർമക്കോളജിക്കൽ മെത്തേഡ്സ് എന്നും പറയാറുണ്ട്. നോൺ ഫാർമക്കോളജിക്കൽ മെത്തേഡ്സാണ് സാധാരണയായിട്ട് അവലംബിച്ച് പോരാറ്. കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, ടെൽ ഷോ ഡു എന്ന് പറയും. ഇപ്പോൾ നമ്മൾ പല്ല് കട്ട് ചെയ്യാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യാനുള്ള ഉപകരണമാണ് ആദ്യം പറയുന്നു, ടെൽ. പിന്നെ അത് കാണിച്ചു കൊടുക്കുന്നു. പിന്നെ അത് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡോക്ടറിൻ്റെ കയ്യിൽ വെച്ചൊന്ന് കാണിച്ചു കൊടുത്തതിന് ശേഷം പേഷ്യൻ്റെ വായിലോട്ട് ഇറക്കിയിട്ട് അത് ചെയ്യുന്നതാണ്. അതുപോലെ പേടിയുള്ള ആൾക്കാർക്ക് ചില ടോയ്സ് ഉപയോഗിച്ചുകൊണ്ടോ കാർട്ടൂണൊക്കെ ഉപയോഗിച്ചുകൊണ്ടോ ഒരു ഡീസെൻസിറ്റൈസേഷൻ ചെയ്യുക. അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് 2 കുട്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ മുതിർന്ന ഒരു കുട്ടി കൃത്യമായിട്ട് അത് എല്ലാം നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പാലിക്കുന്നുണ്ടെങ്കിൽ മോഡലിംഗ് എന്ന് പറയുന്നത് കണ്ടോ, ചേട്ടൻ കൃത്യമായിട്ടിരിക്കുന്ന കണ്ടില്ലേ, അപ്പോൾ അതുപോലെ ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതെല്ലാം ഒരു സൈക്കോളജിക്കലി നമ്മളതിനെ ഡീൽ ചെയ്യുന്നതാണ് ഒരു നോൺ ഫാർമക്കോളജിക്കൽ മെത്തേഡ്. പക്ഷേ ചില കേസുകളിൽ നമ്മുടെ കമാൻഡ്സ് മനസ്സിലാകാത്ത ചില കുട്ടികളുണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. ഇപ്പോൾ ഓട്ടിസം ഉള്ള കുട്ടികളോ അല്ലെങ്കിൽ ഇപ്പോൾ ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളുണ്ടാവും. ഇത് കുട്ടികൾക്ക് മാത്രമല്ല, ഒരുപാട് ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പേടിയുള്ള മുതിർന്ന ആൾക്കാരും ഉണ്ടാവും. ഒരു ഇഞ്ചക്ഷൻ പേടിയുള്ള ആൾക്കാരുണ്ടാവും. ഒരു പ്രത്യേക പല്ല് കട്ട് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ ആ ഒരു ശബ്ദം പേടിയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികൾക്കും നമ്മുടെ കമാൻഡ്സ് മനസ്സിലാകാത്ത കുട്ടികൾക്കാകട്ടെ മുതിർന്ന ആൾക്കാർക്കായിക്കോട്ടെ ഒരുപാട് അപ്രിഹെൻഷനും ആൻസൈറ്റിയും ഉള്ള ആൾക്കാർക്കായിക്കോട്ടെ അവർക്കെല്ലാം തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡാലിറ്റിയാണ് കോൺഷ്യസ് സെഡേഷനാണ് അതിൻ്റെ പേര്. കോൺഷ്യസ് സെഡേഷൻ്റെ വാക്ക് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കോൺഷ്യസ് ആയിരിക്കും എന്നാൽ സെഡേറ്റഡ് ആയിരിക്കും. കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബോധമുള്ള ആൾക്കാരായിരിക്കും, പക്ഷേ സെഡേഷൻ എന്ന് പറഞ്ഞാൽ മയക്കത്തിലായിരിക്കും. സാധാരണ നമ്മൾ മയക്കുക എന്ന് ഉദ്ദേശിക്കുമ്പോൾ ജനറൽ അനസ്തീഷ്യ ഉണ്ട്, മരവിപ്പിക്കുന്നതിനാണ് നമ്മൾ ലോക്കൽ അനസ്തീഷ്യ എന്ന് പറയാം. ലോക്കൽ അനസ്തീഷ്യ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഏരിയ മാത്രമേ മരവിക്കുകയുള്ളൂ, നിങ്ങൾക്ക് മയക്കം സംഭവിക്കുന്നില്ല. ജനറൽ അനസ്തീഷ്യ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എല്ലാ സെൻസസും അവിടെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു തരത്തിലുള്ള റെസ്പോൺസും ഉണ്ടാവില്ല, നിങ്ങൾ കംപ്ലീറ്റ്ലി അബോധ അവസ്ഥയിലായിരിക്കും. ഇത് രണ്ടിൻ്റെ ഇടയിലുള്ളൊരു അവസ്ഥയാണ് കോൺഷ്യസ് സെഡേഷൻ. കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബോധം നഷ്ടപ്പെടുന്നില്ല, പക്ഷെ നിങ്ങൾ ചെറിയൊരു ഉറക്കത്തിൽ ചെറിയൊരു മയക്കത്തിലായിരിക്കും. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന നൈട്രസ് ഓക്സൈഡ് ഓക്സിജനും ഒരു കൃത്യമായിട്ടുള്ള ആ ഒരു അനുപാതത്തിൽ നിങ്ങളുടെ ആ ഒരു നേസൽ പീസ് വഴി അകത്തേക്ക് കടത്തി വിടുമ്പോഴത്തേക്ക് ഒരു 3 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾ വളരെ ശാന്തമായിട്ടൊരവസ്ഥയിലെത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമാൻഡ്സ് ഒക്കെ നമ്മൾ ഒബേ ചെയ്യും. ഈ ഒരു അവസ്ഥയിൽ കൈ പൊക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗിക്ക് കൈ പൊക്കാൻ സാധിക്കും. നമ്മളൊരു ഡിജിറ്റ് കാണിച്ചത് എത്രയാണ്, 2 ആണോ 3 ആണോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കമാൻഡ്സിന് ഒബേ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ നിങ്ങളുടെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ യൂഫോറിയ അവസ്ഥയിലായിരിക്കും, യാതൊരു തരത്തിലുള്ള നമ്മുടെ സറൗണ്ടിങ്സുമായിട്ട്. അപ്പോൾ നമുക്ക് ഇഞ്ചക്ഷൻ തന്നു കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ തന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുകയില്ല. അവിടെ നമുക്കൊരു പ്രൊസീജിയറിന് ചില ആൾക്കാർക്ക് ഇഞ്ചക്ഷൻ മാത്രമേ പേടി ഉണ്ടാവുകയുള്ളൂ, അവർക്ക് ഇഞ്ചക്ഷൻ്റെ സമയത്ത് മാത്രം കോൺഷ്യസ് സെഡേഷൻ കൊടുത്താൽ മതിയാവും. ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഓൾ പ്രൊസീജിയറിൽ അത് ഡ്രില്ലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ പേടിയുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് പല പ്രൊസീജിയേഴ്സും പണ്ട് ജനറൽ അനസ്തീഷ്യ ചെയ്തിരുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നമുക്ക് കോൺഷ്യസ് സെഡേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇപ്പോൾ സാധാരണയായിട്ട് റൂട്ട് കനാൽ ചികിത്സ നമ്മൾ മുതിർന്ന ആൾക്കാരിൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് തത്തുല്യമായിട്ട് കുട്ടികളിൽ ഇൻഫെക്ഷൻ പല്ലിൻ്റെ ഏറ്റവും ഉള്ളിലോട്ട് ബ്ലഡ് വെസലിലോട്ടൊക്കെ എത്തിയിട്ട് ഏറ്റവും ഉള്ളിലായിട്ട് ദന്തമജ്ജ എന്ന് പറയും, ഡെൻ്റൽ പൾപ്പിലോട്ട് എത്തുമ്പോഴാണ് ദന്തമജ്ജ വീക്കം, അല്ലെങ്കിൽ അവിടെ ഒരു നീർവീക്കം ഉണ്ടാകുന്നതിനാണ് ഡെൻ്റൽ പൾപ്പൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കേസുകളിൽ നമ്മൾ കുട്ടികളിൽ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ് പൾപ്പക്ടമി, ഉള്ളിലുള്ള ആ ഒരു അണുബാധയുള്ള ആ ഒരു ഡെൻ്റൽ പൾപ്പിനെ നീക്കം ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ള പ്രൊസീജിയേഴ്സിനൊക്കെ തന്നെ നമുക്ക് കോൺഷ്യസ് സെഡേഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. പണ്ട് ഇപ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള ചിൽഡ്രൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ പേടിയുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ മറ്റൊരു ഓപ്ഷനും ഇല്ലായിരുന്നു. നമ്മൾ ഒരു ഹോസ്പിറ്റലിനെ ആശ്രയിച്ചിട്ട് കൃത്യമായിട്ട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മയക്കിയതിന് ശേഷം മാത്രം, അതായത് ബോധം കെടുത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ചികിത്സ ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. പക്ഷേ ഈ കോൺഷ്യസ് സെഡേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു GA പോകേണ്ട ആവശ്യമില്ല. GAയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും കുറച്ചുകൂടെ റിസ്ക് ഉള്ള ഒരു പ്രൊസീജിയറാണ് ജനറൽ അനസ്തീഷ്യ എന്ന് പറയുമ്പോഴത്തേക്കും. അത് നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ടതായിട്ട് വരും. അതിന് NPO ഒക്കെ കീപ്പ് ചെയ്യണം, നിൽ പെർ ഓറം. അതായത് നമുക്കറിയാമല്ലോ, നോർമലി ഒരു സർജറി ആണെന്നുണ്ടെങ്കിൽ 12 മണിക്കൂർ നമ്മൾ യാതൊരു തരത്തിലുള്ള ഫുഡും കഴിക്കാതെ വയറൊക്കെ ഒഴിച്ചിടേണ്ടതായിട്ട് വരും. തലേ ദിവസം പ്രീ അനസ്തറ്റിക് ആയിട്ടുള്ള മെഡിക്കേഷൻ എടുക്കേണ്ടതായിട്ട് വരും. അതിനുശേഷം നമ്മൾ ഈ ഒരു GA എടുത്തു കഴിഞ്ഞാൽ ആ ബോധം വരാൻ തന്നെ കുറച്ച് സമയമെടുക്കും. അതിനുശേഷം പിന്നെയും ഒരു ആഫ്റ്റർ കെയറിനൊക്കെ ആയിട്ട് ഇപ്പോൾ ഹോസ്പിറ്റൽ എക്സ്പെൻസിൻ്റെ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്കൊരു അനസ്തീഷ്യ എടുക്കുമ്പോഴത്തേക്ക് ഹോസ്പിറ്റൽ കെയർ അത് ഒരു അൺനെസറി ആയിട്ടുള്ള കുറച്ച് എക്സ്പെൻസും ഒക്കെ അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് ഇൻ പേഷ്യൻ്റ് ആവാതെ ഔട്ട് പേഷ്യൻ്റ് ബേസിസ് തന്നെ ചെയ്തു പോരാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ് ഈ കോൺഷ്യസ് സെഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പേടിയുള്ള കുട്ടികളോ മുതിർന്ന ആൾക്കാരോ ഉണ്ടെന്നുണ്ടെങ്കിൽ
കോൺഷ്യസ് സെഡേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഏത് ഡെൻ്റൽ പ്രൊസീജിയറും ചെയ്യാനായിട്ട് സാധിക്കും. നമസ്കാരം.